കൈതക്കരയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 13 കരയാണുള്ളത്. അതിൽ മൂന്നാമത്തെ കരയാണ് കൈതക്കര എന്ന് പറയുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ 4 കരയിലാണ് നമ്മുടെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒരു കര എന്ന് പറഞ്ഞാൽ കൈതക്കരയാണ്, മൂന്നാമത്തെ കര. ഇത് നമ്മുടെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കായിട്ടാണ് നമ്മുടെ ആ ഏരിയയിലാണ് നമ്മുടെ കൈതക്കര എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കുതിരയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് പല കരകളിലെയും കെട്ടുകാഴ്ചകളുടെ ഉയരം കൂട്ടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൈതക്കരയിലെ കെട്ടുകാഴ്ചയ്ക്ക് ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്. ഉയരമാണെങ്കിലും എല്ലാ രീതിയിലും പഴയ പടിയിൽ തന്നെയാണ് നമ്മുടെ കുതിര ഇപ്പോഴും നമ്മൾ അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നത്. പിന്നെ ഈ കരയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 4 യോഗീശ്വരന്മാരാണ് ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തപസ് ചെയ്ത് ഇവിടെ പിന്നെ തപസാൽ ഇവിടെ വരികയും ദേവി വരികയും ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന ഒരു യോഗീശ്വരനായ മങ്ങാട്ടത്ത് യോഗീശ്വരൻ സ്ഥിതി ചെയ്യുന്നത് ഈ കരയിലാണ്. ഇവിടെ 2 ഇറക്കി പൂജയാണ്. ഒരു ദിവസം മങ്ങാട്ടത്ത് ഇറക്കി പൂജയും മറ്റൊരു ദിവസം മുടുവമ്പഴത്ത് ഇറക്കി പൂജയും. മങ്ങാട്ടത്ത് ഇറക്കി പൂജ ദിവസം എന്ന് പറഞ്ഞാൽ മറ്റു കരകളോ ഒന്നുമില്ല. ദേവി ഇവിടത്തേക്ക് മാത്രമായിട്ട് ഒരു ദിവസം വന്ന് ഇറക്കിപ്പൂജ നടത്തുന്ന ചടങ്ങാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ 13 കരയിലെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ കാഴ്ചകണ്ഠത്തിൽ അണിനിരക്കുമ്പോൾ കര 1, 2, 3 സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും കാഴ്ചകണ്ഠത്തിൽ ഒന്നാമതായിട്ടിരിക്കുന്ന കുതിരയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കരയിലെ കൈതക്കരയിലെ കെട്ടുകാഴ്ചയാണ്, കുതിരയാണ് 1-ാം സ്ഥാനത്തായിട്ടിരിക്കുന്നത്. അതൊക്കെ പൂർവമായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. പണ്ട് ഒറ്റ 2 കരയേ ഉള്ളായിരുന്നു. അതിൽ പിന്നെ ആ കര 4ആയിട്ട് മാറുകയും അങ്ങനെ 1-ാമത്തെ കരയിൽപ്പെട്ടായിരുന്നു കൈതക്കര. ഈരേഴത്തേക്കും ഈ കൈതക്കൂടെ ചേർന്ന കരയായിരുന്നു 1-ാമത്തെ കര. അപ്പോൾ ആ സമയത്ത് 4 കെട്ടുകാഴ്ചകൾ വന്ന സമയത്ത് പിന്നെ ആദ്യത്തെ കരയായ 2ആയിട്ട് വിഭജിച്ച സമയത്ത് അന്നത്തെ പൂർവ്വര് ചോദിച്ച് എങ്ങനെയാണ് ഇരിപ്പിടമെന്ന് ചോദിച്ചപ്പോൾ കൈതക്കര പറഞ്ഞ് ഞങ്ങൾക്ക് 1-ാമതായിട്ടിരുന്നാൽ മതി, 3-ാമതായിട്ട് ഇരുന്നത്തെ കരയായിട്ടും തന്നാൽ മതി. ആ രീതിയിലാണ് 1-ാം സ്ഥാനം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കിട്ടിയെന്നാണ് ഐതിഹ്യം. പിന്നെ ഞങ്ങളുടെ കരയിലെ കെട്ടുകാഴ്ചയിൽ പ്രത്യേകിച്ച് പറയുന്ന ശ്രീചക്രം നമ്മുടെ കുതിരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് ശ്രീചക്രമാണ് ഉള്ള കുതിരയെന്ന് പറഞ്ഞാൽ കൈതേക്ക് ഹൈന്ദവരയത്തിൻ്റെ കുതിരയാണ്. പിന്നെ പ്രഫടയിലെ ശ്രീകൃഷ്ണ ലീലയാണ് കഥകൾ. ഈ പ്രഫട ശ്രീരാമ പട്ടാഭിഷേകവും അശ്വതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഭഗവതി കൊടുങ്ങല്ലൂർക്ക് യാത്ര ചോദിച്ചു പോകുന്ന ചടങ്ങ്. അന്ന് നമ്മുടെ ഈ കരയിലെ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ ചെട്ടിയാരെ താലിമുട്ടിൽ അൻപലിയുണ്ട്, അതുപോലെ പോളവിളക്കുണ്ട്. അങ്ങനെ യാത്രവയ്പ്പ് ലാസ്റ്റിൽ കരകളിലെ ലാസ്റ്റ് പിന്നെ യാത്രവയ്പ്പ് എന്ന് പറഞ്ഞാൽ കൈതക്കരയിലാണ്. കരയുടെ ആസ്ഥാനത്ത് വന്ന് യാത്ര ചോദിച്ച് ഭഗവതി പോകുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ കരയിലാണുള്ളത്. പുതുമകൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തൂക്ക് എല്ലാം പുതിയതാണ്. പിന്നെ ശ്രീചക്രം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പ്രഫടയ്ക്കും നല്ല മൂടി പിടിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മൾ തുണികൾ എല്ലാം ഭൂരിഭാഗവും പുതിയ തുണികളാണ് ഈ തവണ ഇട്ടിരിക്കുന്നത്. തൂക്കുകൾ പുതിയതാണ്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പുതുമ വരത്തക്ക രീതിയിലാണ് ഈ വർഷം കെട്ടുകാഴ്ച അണിയിച്ചൊരുക്കിയിട്ടുള്ളത്.